യൂദ എഴുതിയ ലേഖനം यहूदा की पत्री 1-ാം അധ്യായം पहला अध्याय അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. उसका 24वां पद हम पढ़ के हम फिर प्रार्थना करेंगे. യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാണ്. यहूदा की पत्री पहला अध्याय उसका 24वां पद हम सब अच्छे से जानते हैं. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് ദൈവം. देखो वहां पे इस प्रकार लिखा है, अब तो तुम्हें ठोकर खाने से बचा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष करके खड़ा कर सकता है. യൂദ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. और यहूदा ने काफी आशीषित रूप में इस पत्री को लिखा है. ക്രിസ്തുവിന്റെ സഹോദരനായ യൂദയാണിത്. ये यीशु मसीह का भाई यहूदा है. ഒരധ്യായമുള്ളെങ്കിലും വളരെ അർത്ഥവത്തായിരിക്കുന്ന രീതിയിലാണ് താൻ ഇത് എഴുതിയിരിക്കുന്നത്. और एक ही अध्याय इस पत्री में है मगर काफी अर्थपूर्ण बातों को उन्होंने यहाँ पर लिखा है. 3-ാമത്തെ വാക്യം തുടങ്ങുന്നതന്നെ പ്രിയരേ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. तीसरा पद हम देखते हैं जो वो शुरू करते हैं, है प्रियो पुकारते हुए वचनों को वो शुरू करते हैं. യേശു എങ്ങനെയാണോ ആൾക്കാരെ വിളിച്ചത് അതുപോലെ തന്നെയാണ് തന്റെ സഹോദരനായ യൂദയും ജനത്തെ സംബോധന ചെയ്തിരിക്കുന്നത്. और जिस प्रकार यीशु मसीह ने लोगों को है प्रियो करके बुलाया है, वैसे ही यीशु मसीह के भाई यहूदा ने भी सभी लोगों को है प्रियो करके ही संबोधित किया है. പക്ഷേ യേശുവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ 12 പേര് യേശുവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. और हम जानते हैं यीशु के चेले 12 लोग थे. പക്ഷേ അതിന്റെ അകത്തൊന്നും യൂദയെ കാണാനില്ല. मगर उनमें हम यहूदा को नहीं देख सकते. ഒരുപക്ഷെ ആ സമയങ്ങളൊക്കെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പലപ്പോഴും പൂർണ്ണമായിട്ട് സഹകരിക്കാതെ മാറി നിന്ന ഒരു കഥാപാത്രമായിരിക്കും. हो सकता है कि उस समय यीशु के साथ उस समय यहूदा थे मगर यीशु मसीह के साथ अधिक समय नहीं बिताए होंगे. കൂടുതൽ തനിക്ക് യേശുവിനെ കുറിച്ച് അറിയാനും ഇതിലേക്ക് വരാനും കാരണം യേശുവിന്റെ ക്രൂശീകരണവും മരണവും പുനരുത്ഥാനവുമാണ് യൂദയെ ആകർഷിച്ചത്. मगर यहूदा को यीशु के बारे में जानने के लिए, यीशु के पास और निकट आने के लिए जिन बातों ने प्रेरित किया वो था यीशु मसीह का काल्वरी क्रूस पर मृत्यु और उनका पुनरुत्थान. യേശു ദൈവത്തിന്റെ പുത്രനായിരുന്നെങ്കിലും यीशु परमेश्वर के पुत्र थे, उसके बावजूद भी തന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ആദിജാതനായിരുന്നു യേശു. और यीशु मसीह इस दुनिया में अपनी माँ के गर्भ में जन्म लिए हुए पहलौठा थे. അതിനുശേഷം ജന്മമെടുത്തവരാണ് യൂദയും തന്റെ മറ്റു സഹോദരങ്ങളും. और यीशु के जन्म के बाद यहूदा ने और उसके बाकी भाइयों का जन्म हुआ है. അതുകൊണ്ട് തന്റെ ഭൂമിയിലെ സഹോദരന്റെ ത്യാഗപരമായിരിക്കുന്ന യാഗങ്ങളെ കുറിച്ച് അസാധാരണമായിരിക്കുന്ന അറിവും അത് എന്തിനു വേണ്ടിയായിരുന്നുള്ള ഒരു ബോധ്യവും തനിക്ക് വന്നപ്പോൾ മുതൽ താൻ ഇതിനെക്കുറിച്ച് ഭയങ്കര എരിവുള്ള ഒരു മകനായി മാറുവാൻ യൂദയ്ക്ക് കഴിഞ്ഞു. और इसलिए यीशु मसीह के क्रूस के बलिदान के बाद हालेलुया यहूदा ने जब इस बात को समझा कि यीशु क्रूस पर क्यों मरे, उनका आने का क्या मकसद था, क्रूस पर मरने का क्या मकसद था, इन बातों को समझने के बाद यहूदा के अंदर भी परमेश्वर के लिए एक बड़ी प्यास और लगन होने लगी. തന്റെ ഉപദേശത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. और उनके उपदेशों में अब उन बातों को हम देख सकते हैं. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയാണ് താൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. और यहूदा ने इस पत्री को बिना किसी समझौता किए बड़े सामर्थ्य रूप से लिखा है. കാര്യം തന്റെ ജന്മം മുതൽ താൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. क्योंकि यहूदा के जन्म से लेकर उन्होंने यीशु को अपनी आंखों के सामने देखा है. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അതുവരെ യേശുവിനോട് അടുത്തില്ലെങ്കിൽ പോലും യേശു നടത്തിയ സകല കാര്യങ്ങളും കണ്ട ആളാണ്, കേട്ട ആളാണ്, അനുഭവിച്ച ആളാണ് യൂദ. और यहूदा के क्रूस के मृत्यु यीशु मसीह के क्रूस के मृत्यु के समय तक यहूदा बेशक यीशु के काफी नजदीक नहीं थे मगर यीशु के किए हुए हर एक कामों को देखा है, सुना है, उन्होंने अपने जीवन में अनुभव भी किया है. ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്ന് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, दुनिया के विभिन्न भागों से आज मुझे सुनने वाले परमेश्वर के प्रियो, ശരിക്കും യൂദയുടെ ഉള്ളിൽ ഭരിച്ച
ഒരു വലിയ ആ എരിവിന് കാരണമുണ്ട്. താൻ ഇതെല്ലാം കണ്ടും കേട്ടും ഇതിന്റെ കൂടെ വളർന്ന ആളായതുകൊണ്ട് തന്റെ ഉള്ളിൽ അതിന്റെ അകത്തൊരു എരിവുണ്ട്. और देखो हालेलुया, यीशु मसीह के हर एक कामों को, अद्भुतों को, बातों को देखकर हालेलुया बढ़ता गया हुआ यहूदा अब उनके अंदर परमेश्वर के लिए एक जलन है, एक प्यास है। 33 തിരുവയസ്സിൽ തന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ഒരാൾ ലോകത്തിന്റെ നെറുകയിൽ ലോകത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കുമ്പോൾ ആ ആത്മീയ ആ എരിവ് ഏറ്റെടുത്ത ആളാണ് യൂദ. और देखो यीशु मसीह भी हालेलुया एक ही उस माँ के कोख में से जन्म लिया हुआ यीशु मसीह जब 33.5 उम्र में कालवरी क्रूस पर जब बलिदान होते हैं, उस बात को देखते हुए यहूदा के अंदर भी आत्मिक एक आग लगी है और उसको उसने अपने ऊपर लिया है। മൂന്നാമത്തെ വാക്യം പറയാ പൊതുവായുള്ള രക്ഷയെ കുറിച്ച്. और तीसरे पद में इस प्रकार लिखा है कि आम जो उद्धार है, सब लोगों के लिए जो उद्धार है उसके विषय में वहां पर बताया गया है। നമുക്കറിയാം രക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യന്റെ ഇടയിൽ നിന്ന് കണ്ടുപിടുത്തമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം മനുഷ്യന് വേണ്ടി പ്രഖ്യാപിച്ചതാണ്. और हम जानते हैं उद्धार जो है वो मनुष्यों के बीच में से निकली हुई बात नहीं है, मगर स्वर्ग के परमेश्वर ने मनुष्यों के लिए दिया हुआ है। അതായത് രക്ഷ ഇവിടുത്തെ ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചതല്ല, ഇവിടുത്തെ ഒരു മനുഷ്യനും കണ്ടുപിടിച്ചല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നതാണ് രക്ഷ എന്ന് പറയുന്ന ആ ദൈവിക പദ്ധതി. और उद्धार जो है परमेश्वर की जो योजना, वो इस दुनिया के किसी साइंटिस्ट ने या किसी मनुष्यों ने उसकी खोज नहीं की, मगर स्वर्ग के पिता परमेश्वर ने आप ही मनुष्यों के लिए वो प्रदान किया है। ക്രിസ്തു നൽകുന്ന രക്ഷയ്ക്ക് വേണ്ടി യാതൊരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. और मसीह का जो उद्धार है उसके लिए किसी कर्म की जरूरत नहीं है। ഇവിടുത്തെ മതങ്ങളാണ് നമ്മളെ പ്രവൃത്തി പഠിപ്പിക്കുന്നത്. और इस दुनिया के धर्म हमें सिखाती है कि हमें कर्म करना है। ഈ കാര്യത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ 1,00,000 രൂപയുടെ ഒരു നേർച്ച ഇട്ടാൽ മതി, കിട്ടും. अगर तुम्हें किसी बात में मोक्ष मिलना है तो 1 लाख रुपए का चढ़ावा चढ़ा दो, तुम्हें मोक्ष मिल जाएगा। ഇത് ഇവിടുത്തെ മതം പഠിപ്പിക്കുന്നതാണ്. इस दुनिया का धर्म हमें यह सिखाता है। ഈ നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ നടന്നാൽ മതി. अगर आपको मोक्ष मिलना है तो आप इन फलाने कामों को करो, आपको मोक्ष मिल जाएगा। എന്ന് ഇവിടുത്തെ മതങ്ങളാണ് പഠിപ്പിക്കുന്നത്. देखो ये सारी बातें इस दुनिया के धर्म सिखाती है। പക്ഷേ ഇവിടുത്തെ ഈ ദൈവം വെച്ചിരിക്കുന്ന രക്ഷ മനുഷ്യന്റെ ഇടയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. मगर यहाँ पर जिस उद्धार के बारे में बताया गया है वो किसी मनुष्य की योजना नहीं है, मगर स्वर्ग का परमेश्वर ने मनुष्यों के लिए दिया है। അത് മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും അതിലില്ല. देखो इसमें मनुष्य के कोई कर्म काम नहीं आती। പക്ഷേ പ്രവൃത്തിയില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ശാന്തമായിരിക്കാന്നല്ല അതിന്റെ അർത്ഥം. और कर्म नहीं है इसका मतलब ये भी नहीं है कि हमें चुपचाप बैठा रहना है। രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. मगर उद्धार के लिए परमेश्वर हमसे काम कराता है। കേൾക്കണം, രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. उद्धार जो है वो मनुष्य के कर्म के आधार पर नहीं मिलता, പക്ഷേ ആ രക്ഷ ലഭിക്കണമെങ്കിൽ ദൈവം നമ്മളെ പ്രവർത്തിപ്പിക്കും. मगर उस उद्धार को पाने के लिए परमेश्वर हमसे कुछ काम करवाता है। ദൈവം പ്രവർത്തിപ്പിക്കും നമ്മളിൽ. परमेश्वर हम में कुछ काम करता है। ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കും. और इन वचनों में जो बातें लिखी गई है वैसे कुछ काम हमसे वो करवाता है। ദൈവം പ്രവർത്തിപ്പിക്കുന്നതാണ് അത് നമ്മൾക്ക് വേണ്ടി. और परमेश्वर हमारे लिए वो करवाता है। യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിപ്പിച്ചതാണ്. देखो यीशु मसीह को उद्धारकर्ता स्वीकार करने के लिए पवित्र आत्मा ने मेरे अंदर काम किया। ബൈബിൾ വായിച്ചപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് ഹോളി സ്പിരിറ്റ് എന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു, എന്നെ കൊണ്ട് പ്രവർത്തിപ്പിച്ചതാണ്. और जब मैंने बाइबल पढ़ा तो बपतिस्मा लेना है, ये परमेश्वर की आत्मा ने, पिता पुत्र पवित्र आत्मा के नाम में बपतिस्मा लेना है, इन बातों को पवित्र आत्मा ने मेरे अंदर काम करवाया, मुझे बोध दिया। ആമേൻ. പക്ഷേ എന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല എനിക്ക് രക്ഷ ലഭിച്ചത്. मगर आप इस बात को भी जान ले, मेरे किसी कर्म के वजह से नहीं है जो मुझे उद्धार मिला है। എന്റെ മേൽ ഹോളി സ്പിരിറ്റ് എന്നെ കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിച്ചതാണ്. मगर मेरे अंदर पवित्र आत्मा आकर उस उद्धार को पाने के लिए उस पवित्र आत्मा ने मेरे अंदर काम किया।
അപ്പം രക്ഷ മനുഷ്യന്റെ ഇടയിൽ നിന്ന് കണ്ടുപിടുത്തമല്ല, സ്വർഗത്തിലെ കണ്ടുപിടുത്തമാണ്. അത് മനുഷ്യന് വേണ്ടി തന്നതാണ്. അത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അത് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നതാണ്. इसलिए उद्धार जो है वो किसी मनुष्यों की योजना नहीं है, परमेश्वर ने मनुष्यों के लिए वो दिया है। जब पवित्र आत्मा हमारे अंदर काम करती है तब हम उस उद्धार के लिए हम उसमें भागी हो जाते हैं। ഹല്ലേലൂയ. ഇന്നും हालेलुया। നമ്മുടെ ഒരു പ്രവൃത്തിയിലല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. देखो आज भी जो हम जीवित है हमारे किसी अच्छे कामों के या कर्मों के वजह से नहीं है, मगर पवित्र आत्मा हमारे अंदर वास करके हमारे लिए हर दिन हमें चला रहा है, वही परमेश्वर का अनुग्रह है। അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. इसलिए लिखा गया है विश्वासियों के लिए एक बार को दिया गया विश्वास। അതിനുവേണ്ടി പോരാടണമെന്നാണ് താൻ പ്രബോധിപ്പിക്കുന്നത്. और वो परमेश्वर के वचन में इस प्रकार कहते हैं कि उस विश्वास के लिए हमें लड़ना है। അല്ലെ, വിശുദ്ധന്മാരായ നമ്മുടെ കയ്യിൽ ഒരിക്കലായി ദൈവം ഫലമേൽപ്പിച്ചൊരു വിശ്വാസമുണ്ട്. पवित्र लोगों के लिए एक बार सौंपा गया एक विश्वास है प्रियो। ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. उस विश्वास के लिए हमें पूरा यत्न करना है। ഇന്ത്യയും പാകിസ്ഥാന്റെ ബോർഡറിൽ പട്ടാളക്കാർ എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാൻ പോരാടുന്നുണ്ടോ, അതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. भारत पाकिस्तान के उस बॉर्डर में जिस प्रकार सैनिक लोग सिपाही लोग अपने देश को बचाने के लिए लड़ाई लड़ते हैं, वैसे ही हमें अपने विश्वास को कायम रखने के लिए पूरी कोशिश करनी है। ജഡമോഹം, കൺമോഹം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഈ ലോകത്ത് ദൈവം നിന്നെ ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. शरीर की अभिलाषाएं, आंखों की अभिलाषाएं, इस दुनिया में अनेक प्रकार की अभिलाषाएं हैं, मगर जो विश्वास प्रभु ने हमें सौंपा है उस विश्वास के लिए हमें लड़ना है। പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ നമുക്കൊരു രക്ഷ ലഭിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ പൂർണ്ണമായിട്ട് ഉള്ള ഒരു രക്ഷയിലേക്ക് നമ്മളെല്ലാം പ്രവേശിക്കും. और पवित्र आत्मा के कामों के वजह से हमने उद्धार पाया है, आज भी हम उद्धार पा रहे हैं और एक संपूर्ण उद्धार में एक दिन हम प्रवेश करेंगे। പക്ഷെ വിശ്വാസം ഒരിക്കലായി നമ്മളെ ഫലമേൽപ്പിച്ചതാണ്. मगर विश्वास जो है एक बार को हमें सौंपा गया है, അതിനുവേണ്ടി പോരാടേണ്ട കടമ എനിക്കുള്ളതാണ്. उसके लिए पूरा यत्न, पूरा परिश्रम करने की जिम्मेदारी मेरी है। എന്റെ കയ്യിൽ ലഭിച്ച ആ വിശ്വാസം അത് നശിപ്പിക്കാൻ ഈ ലോകത്തിലെ എല്ലാ ശക്തിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. और उनको मिला हुआ विश्वास उसको खत्म करने के लिए इस दुनिया की सारी ताकतें कोशिश कर रही थी। അപ്പോൾ അതിനുവേണ്ടി പോരാടാനുള്ള കടമ എനിക്കുള്ളതാണ്. मगर उसके विरुद्ध लड़ाई लड़ने की जिम्मेदारी मेरे ऊपर है। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെ നിങ്ങൾക്ക് ഒരിക്കലായി ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി ദൈവമക്കൾ പോരാടണം. पवित्र आत्मा की मदद में आपको मिला हुआ विश्वास जो एक बार आपके लिए सौंपा गया है उसके लिए प्रयत्न करते रहो। എന്നൊരു വാക്കാണ് യൂദ എഴുതിയിരിക്കുന്നത്. यहूदा ने इस प्रकार लिखा है। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ, നിങ്ങളുടെ ആത്മീയ ലക്ഷ്യത്തിനെതിരെ പോരാടുന്ന എല്ലാ ശക്തികളോടും നിങ്ങൾ ആത്മാവിൽ പോരാടാൻ തയ്യാറാകട്ടെ. इसलिए इन दिनों में पवित्र आत्मा की मदद से आपके आत्मिक आशीषों के विरुद्ध लड़ने वाले हर एक प्रकार की शक्तियों से लड़ने के लिए इन दिनों में आप तैयार हो जाएं। നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യൂദായുടെ ലേഖനം ഇന്ന് പകലോ രാത്രിയിലോ നിങ്ങൾ വായിക്കണം. अगर आपको समय मिले तो आज सुबह या रात में इस यहूदा की पत्री को कृपया पढ़िएगा। 25 വാക്കുകളെങ്കിൽ ഭയങ്കര ആത്മീയ അർത്ഥമാണ്. केवल 25 पद इस अध्याय में है, मगर काफी आत्मिक रहस्य इसमें छुपे हुए हैं। അവസാനത്തെ വാക്യം ഒത്തിരി സന്തോഷം തരും. आखिरी पद जो है काफी खुशी हमें देता है, കാര്യം വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം. क्योंकि हम ठोकर खाकर गिर ना जाए, परमेश्वर हमें उसमें से सुरक्षित रखता है। ദൈവത്തിന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. परमेश्वर हमें निर्दोष करके उसकी उपस्थिति में खड़ा करने के लिए वो परमेश्वर सामर्थी है। വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവം. ठोकर ना खाएं, परमेश्वर उसमें से हमें बचाता है। നമുക്കറിയാം ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച ആൾക്കാരാണ് ആദാമും ഹവ്വയും. और हम जानते हैं परमेश्वर ने अपने सदृश्य और स्वरूप में बनाए हुए मनुष्य थे आदम और हव्वा। ഹല്ലേലൂയ. हालेलुया। ദൈവം അവരെ സൃഷ്ടിച്ചു തന്നെ വാഴാനായിരുന്നു. परमेश्वर ने जो उनकी सृष्टि करी वो विराजमान होने के लिए वहां पर उनको बनाया था। ബൈബിളിൽ പറയുന്നു വാഴാൻ ദൈവം നിർമ്മിച്ചവരാണ് അവരെ. और बाइबल कहती है कि परमेश्वर ने उनको उन सारी बातों के ऊपर हाकिम बना रखा था।
ഹല്ലേലൂയ. हालेलुया। പക്ഷേ വാഴാൻ ആക്കി വെച്ചവർ വീണുപോയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. और विराजने के लिए परमेश्वर ने जिनको नियुक्त किया था, मगर उनको उस वहां से गिरते हुए हम देख सकते हैं। ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. परमेश्वर ने अपने स्वरूप में मनुष्य को बनाया। ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. परमेश्वर के स्वरूप में मनुष्य को बनाया। എന്നിട്ട് 28ാം വാക്യത്തിൽ വാഴുവിൻ എന്ന് പറയുന്ന ഒരു വാക്കാ ദൈവം പറയുന്നത്. और 28वें पद में हम देख सकते हैं, वहां पे लिखा है कि तुम इनके ऊपर प्रभुता करो, अधिकार रखो। ഉൽപ്പത്തി 1:28 ഞാൻ പറഞ്ഞത്. और उत्पत्ति पहला अध्याय उसके 28वें पद में लिखा है, तुम इन पर अधिकार रखो। പക്ഷേ വാഴുവാൻ വിളിക്കപ്പെട്ടവർ വീണുപോയൊരു കാഴ്ച നമ്മൾ കണ്ടത്. अधिकार रखने के लिए बुलाए हुए लोग वहां पर गिर जाते हुए हम देख सकते हैं। ഹല്ലേലൂയ. हालेलुया। പ്രിയരെ, ആദാം ഹവ്വ ദമ്പതിമാരെ എല്ലാം ദൈവം വാഴാൻ നിർമ്മിച്ചത്. आदम और हव्वा को परमेश्वर ने अधिकार रखने के लिए बनाया था। ഹല്ലേലൂയ. हालेलुया। സകലത്തിന്റെ മേലും വാഴ്ച നടത്തുക. सब वस्तुओं पर अधिकार रखो। പക്ഷേ സാത്താൻ അവരെ രണ്ട് കൈ കൊണ്ട് തള്ളി വീഴ്ചു. मगर शैतान ने अपने दोनों हाथों से इनको धकेल कर नीचे गिरा दिया। ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്നതുകൊണ്ടാണ് ദൈവം ഹവ്വായെ നിർമ്മിച്ചത്. और आदम अकेला था, वो परमेश्वर को लगा कि वो ठीक नहीं है, इसलिए हव्वा को परमेश्वर ने बनाया। പ്രിയരെ, ഫെലോഷിപ്പിന് ഒരു വിജയമുണ്ട്. देखो, संगति में एक सफलता है। എല്ലാ വിഷയത്തെയും ജയിക്കാൻ ഫെലോഷിപ്പിന് പറ്റും. हर विषय में, हर परेशानियों को जीतने के लिए संगति की जरूरत है। ഇന്ന് ഈ രാവിലത്തെ ഓൺലൈൻ പ്രയറിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്കറിയാം, ഇതൊരു ഫെലോഷിപ്പാണ്. നിങ്ങളുടെ ആത്മീയ, ഭൗതിക, ശാരീരിക വിഷയങ്ങളുടെ മേലൊക്കെ ഈ പ്രാർത്ഥന ഒരു മേഖലയിൽ വിടുതലായി തീരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ആത്മാവിൽ അറിയാം. और ये सुबह की प्रार्थना भी ये एक संगति है प्रियो। हम जानते हैं, हम जान सकते हैं कि आपके शारीरिक, आत्मिक, भौतिक मंडलियों में परमेश्वर का छुटकारा आपके जीवन में हो रहा है। ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു പോർക്കളമാണ് ആത്മീയ ലോകം. और आत्मिक दुनिया ऐसी जगह है जहां पर हम अकेले लड़ाई नहीं लड़ सकते हैं। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വരുന്നവരെ നിങ്ങൾ തമ്മിൽ പരസ്പരം ആത്മീയ വചനങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിച്ചൊക്കെ നിങ്ങൾ ആയിരിക്കണം ക്രിസ്തുവിന്റെ നാളോളം. इसलिए यीशु मसीह ने इस प्रकार कहा है, जब तक मैं दोबारा ना हूं या उस परमेश्वर के प्रभु के दिन तक तुम लोग आपस में संगति रखो, भजन के द्वारा, उपदेशों के द्वारा एक दूसरे को उत्साहित करते रहो। കേൾക്കണം, ആദാമിനും ഹവ്വായിക്കും ദൈവം അവരെ ദൈവം നല്ല ഒരു ഫെലോഷിപ്പിൽ നിർത്തിയിരിക്കുന്നു. आदम और हव्वा को परमेश्वर ने एक अच्छी संगति में रखा हुआ था। ഹല്ലേലൂയ. आमीन। പക്ഷേ എപ്പോഴാണോ ആദാം തോട്ടത്തിന്റെ അകത്തേക്ക് പോയത്, വേറെ കാര്യങ്ങൾക്ക് പോയത്, അപ്പോഴാണ് പിശാച് അവർ അടുത്ത് വന്നത്. मगर जिस समय आदम उस बगीचे में दूसरे काम को करने के लिए जब गया, तब वहां पर शैतान प्रवेश करके आया। ദയവായിട്ട് ദൈവമക്കളോട് പറയുന്നു, നമ്മൾ ഒരിക്കലും ഏകരായിരിക്കില്ലേ. നമ്മുടെ കൂടെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ ഇരിക്കണം. परमेश्वर के प्रियो, मैं आपसे कहना चाहता हूं, हम कभी भी अकेले वास ना करें, हमेशा 24 घंटे उस पवित्र आत्मा के साथ हम बने रहें। ഹവ്വായിക്ക് സംഭവിച്ചു പോയത്, ആദാമും ഇല്ലായിരുന്നു, ദൈവവും തന്റെ കൂടെ ഇല്ലായിരുന്നു. और हव्वा के जीवन में क्या परेशानी आई कि उस वक्त ना तो परमेश्वर उनके साथ थे, ना ही आदम उसके साथ था। ഇന്ന് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ട്. ആ ഒരു ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചും പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞ് നമ്മൾ ഏകനല്ല, എന്റെ കൂടെ ഹോളി സ്പിരിറ്റ് ഉണ്ട്, എന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. और आज हमारे अंदर ऐसे विचार हो, हमारे साथ बेशक प्रार्थना करने के लिए लोग नहीं होंगे, मगर हम इस बात को जान ले कि पवित्र आत्मा हमारे साथ है। इसलिए उस पवित्र आत्मा में अन्य भाषा बोलकर उस संगति में हम हमेशा बने रहे। प्रियो, 24 മണിക്കൂർ നമ്മുടെ കൂടെ ആയിരിക്കാൻ ദൈവം ആക്കി വെച്ച ആളാണ് ഹോളി സ്പിരിറ്റ്. 24 घंटे हमारे साथ वास करने के लिए हमारे साथ दिए हुए एक व्यक्ति है पवित्र आत्मा। നമുക്ക് കാണാനും തൊടാനും പറ്റുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇല്ലെന്നല്ല, അദ്ദേഹം ഒരു വ്യക്തിയാണ്, നമ്മുടെ കൂടെ ഉണ്ട്. और हम उसको नहीं देख पाते, नहीं छू सकते, इसका मतलब यह नहीं कि वो हमारे साथ नहीं है, मगर वो एक व्यक्ति है, परमेश्वर ने वो हमें दिया है।
പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സാത്താന്റെ ഒരു പ്രവൃത്തിയും നടക്കില്ല. पवित्र आत्मा यदि हमारे साथ है तो शैतान का कोई भी काम हमारे ऊपर प्रबल नहीं होगा. പക്ഷേ വാഴാൻ വിളിച്ചവർ വീണുപോയ ദാരുണമായ ഒരു കാഴ്ച ഏദനിൽ നമ്മൾ കണ്ടു. मगर अदन की वाटिका में हमने देखा अधिकार रखने के लिए बुलाए हुए लोग वहां पर गिर जाते हैं. അല്ലെ ആദ്യം മുതലേ വീഴ്ചയാണ് നാം തുടങ്ങിയിരിക്കുന്നത്. और शुरुआत में ही एक गिरावट को हम देख सकते हैं. സ്വർഗത്തിലെ അവസ്ഥ നമുക്കറിയാമല്ലോ. स्वर्ग की अवस्था तो हम जानते हैं. ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഒരുപാട് ദൂതന്മാരെ എല്ലാം നിർമ്മിച്ചതാണ്. परमेश्वर की आराधना करने के लिए परमेश्वर ने अनेकों स्वर्गदूतों को बनाया है. അതിന്റെ അകത്ത് ഒരാൾക്ക് ദൈവത്തെക്കാൾ വലിയവനാകണമെന്ന് ആഗ്രഹിച്ചപ്പോഴല്ലേ ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീഴ്ചത്. देखो उसमें से एक स्वर्गदूत के मन में इस प्रकार की इच्छा हुई कि मुझे परमेश्वर से भी बड़ा बनना है. उस समय परमेश्वर ने उसको स्वर्ग में से काटकर पृथ्वी पर गिरा दिया. സ്വർഗത്തിന്റെ അകത്ത് എല്ലാം ആയിരുന്ന ദൈവത്തെ ആരാധിച്ചവൻ ദൈവത്തെക്കാൾ വലിയവനാകണമെന്നുള്ള ചിന്ത അവന്റെ മേൽ കയറിയപ്പോൾ മുതൽ ദൈവം അവനെ വെട്ടി. അന്ന് മുതൽ അവൻ വീണ് ഭൂമിയിലേക്ക് വീണു. और देखो स्वर्ग में जो सब कुछ परमेश्वर ही है, उस परमेश्वर की आराधना करा हुआ स्वर्गदूत था, जिसके मन में एक इच्छा आई कि मुझे परमेश्वर से भी बड़ा बनना है. उस समय उसको काट कर नीचे गिरा दिया गया. അങ്ങനെ വീണവൻ ദൈവത്തിന്റെ മക്കളായ ആദാമിനെ ഹവ്വായും വീഴ്ചു. और उस प्रकार पृथ्वी पर गिरा हुआ वो शैतान परमेश्वर के संतान आदम और हव्वा को भी उसने गिरा दिया. അതിനുശേഷം ഓരോ തലമുറ പഠിച്ചാൽ മതി, എല്ലാവരും വീണുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. उसके आगे के हर एक पीढ़ियों को जब हम देखते हैं, उनके बारे में जब हम सीखते हैं, तो देख सकते हैं कि परमेश्वर की योजना से हर एक लोग गिरते गए हैं. സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ച ആ ദൂതൻ വീണ് ഭൂമി വീണപ്പോൾ അവൻ പിശാചായി. और स्वर्ग में से गिरा हुआ स्वर्गदूत जब इस पृथ्वी पर गिर गया, तब वो शैतान बन गया. അതെ, സാത്താൻ അവൻ മൂലം ആദാമും ഹവ്വായും വീണു. അങ്ങോട്ടുള്ള ജനറേഷൻ മുഴുവനും വീണുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. और उस शैतान के द्वारा अब देखो आदम और हव्वा भी गिर गए. उसके आगे के हर एक पीढ़ियों को गिरते हुए हम बाइबल में देख सकते हैं. ഒരാൾ പോലും നിലനിന്നിട്ടില്ല, ഒരാൾ പോലും ഉയർച്ച പ്രാപിച്ചിട്ടില്ല, എല്ലാവരും വീണുകൊണ്ടിരിക്കുകയായിരുന്നു. और एक भी व्यक्ति स्थिर खड़े नहीं हो पाए हैं. हर एक लोग गिरते हुए हम देख सकते हैं. പക്ഷേ യൂദ പറയാണ്, मगर यहूदा कहता है വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. परमेश्वर हमें बिना गिरे बिना ठोकर खाए हमें खड़ा कर सकता है. ദൈവത്തിന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മളെ നിർത്താൻ പറ്റും. परमेश्वर की उपस्थिति में निर्दोष करके हमें खड़ा कर सकता है. ഹല്ലേലൂയ. ദൈവശക്തനാ പ്രിയരെ. परमेश्वर सामर्थी है प्रियो. നമുക്ക് പിന്നിൽ ജീവിച്ചിരുന്ന ഒരു തലമുറ വീണുകൊണ്ടിരുന്ന ഒരു തലമുറയായിരുന്നു. और हमसे पहले जो पीढ़ी जिया करती थी, वे लोग गिरते रहते थे. പാപം ചെയ്തിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്ത തലമുറകൾ ഉണ്ടായിരുന്നു. और ऐसी पीढ़ियां भी थी जो लोग पाप करके प्रभु की उपस्थिति में खड़े भी नहीं हो पाए. പക്ഷെ ആ തലമുറ ഇവിടെ നിൽക്കുമ്പോൾ യൂദ ആത്മാവിൽ നമ്മളോട് എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളാരും സങ്കടപ്പെടേണ്ട, നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും ദൈവത്തിന്റെ മഹിമാസനത്തിൽ നിങ്ങളെ കളങ്കമില്ലാത്തവരായി നിർത്തുവാനും ദൈവം ശക്തനാണ്. मगर यहूदा इस प्रकार यहाँ पर वचन में कहता है कि तुम चिंता मत करो, क्योंकि बिना ठोकर खाए उस निर्दोष अनुभव में परमेश्वर हालेलुया तुम्हें उसकी उपस्थिति में खड़ा कर सकता है. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ നിർത്തുവാൻ ശക്തനാണ്. परमेश्वर तुम्हें खड़ा कर सकता है, वो सामर्थी है. നിന്റെ ഇടതുവശത്തും ഒത്തിരി പേര് വീഴട്ടെ, നിന്റെ വലതുവശത്തും 10,000 വീഴട്ടെ, പക്ഷെ നീ വീഴത്തില്ല. तुम्हारे दाएं बाएं 1000 10,000 को गिरने दो, मगर आप लोग नहीं गिरोगे. നിന്റെ കാല് കല്ലെത്തട്ടി വീഴാതെ വണ്ണം ദൈവം തന്റെ ദൂതന്മാർക്ക് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. और आपके पैर पत्थर से ठोकर ना खाए, स्वर्गदूतों को परमेश्वर ने आज्ञा देकर खड़ा कर रखा है. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. हम लोग सब लोग मिलकर प्रार्थना करेंगे. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. सारी आंखें एक पल के लिए बंद हो जाए. യേശുവിന്റെ ഭൂമിയിലെ സഹോദരനായിരിക്കുന്ന യൂദ എഴുതിയ ലേഖനമാണ് നാം വായിച്ചത്. और यीशु के भाई यहूदा के द्वारा लिखी हुई पत्री को हमने यहाँ पर पढ़ा है. വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ ദൈവം ശക്തൻ. परमेश्वर हमें बिना गिरे हमें संभालने के लिए वो सामर्थी है. കളങ്കമില്ലാതെ നിർത്തുവാൻ ദൈവം നമ്മളെ ശക്തൻ. निर्दोष करके खड़ा करने में परमेश्वर सामर्थी है. പിശാച് ആഗ്രഹിക്കുന്ന ഒന്നിതാണ്, അന്ന് ലൂസിഫർ, അന്ന് ദൈവത്തെ ആരാധിച്ച ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണതുപോലെ നമ്മളൊന്ന് വീഴണം. ഇതാ പിശാച് ആഗ്രഹിക്കുന്നു. और शैतान यही चाहता है कि जिस प्रकार लूसीफर जो स्वर्ग में से इस पृथ्वी पर गिर गया, वैसे ही मनुष्य भी गिर जाए.
ആദാമും ഹവ്വായും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് എങ്ങനെ വീണു അങ്ങനെ ഒന്ന് വീഴണം. ഇതാ പിശാചാകരുത്. और शैतान यही चाहता है कि जिस प्रकार आदम और हव्वा परमेश्वर की उस योजना में से गिर गया, वैसे ही हम मनुष्य भी गिर जाए. ഞങ്ങൾ വീഴാൻ ശ്രമിക്കുന്ന എല്ലാ പിശാചുകളും കേൾക്കെ ആത്മാവിൽ ദൈവമക്കൾ പറയണം, ഞങ്ങളെ വീഴാതെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. और हमें गिरने के लिए हमारे गिरावट को देखते हुए इंतजार करने वाले हर एक शैतान को सुनने दो. आप इस प्रकार बोले कि परमेश्वर हमें सुरक्षित रखेगा, वो संभाले रखेगा. ഞങ്ങളുടെ വശത്ത് ആയിരങ്ങൾ വീഴും, हमारे निकट 1000 गिरेंगे, വലതുവശത്ത് 10,000 വീഴും, हमारे 2.5 और 10,000 भी गिरेंगे. ഞങ്ങൾ വീഴത്തില്ലെന്ന് എത്ര പേർക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും? मगर कितने लोग बड़े हिम्मत के साथ आज बोल सकते हैं कि मैं नहीं गिरूंगा? വചനത്തിൽ വിശ്വാസമുള്ളവർ ഉറപ്പായിട്ട് പറയാൻ പറ്റും. वचन पर जिनका भरोसा है वे लोग हिम्मत से बोल सकते हैं. प्रियो, എന്റെ കാല് കല്ലിത്തട്ടി വീഴാതെ വണ്ണം ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. मेरे पैरों को पत्थर से ठोकर मैं ना खाऊं, इसलिए स्वर्गदूतों को परमेश्वर ने आज्ञा दे रखी है. എന്നെ വീഴാതെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. बिना गिरे परमेश्वर मुझे खड़ा करने के लिए मेरा परमेश्वर सामर्थी है. കളങ്കമില്ലാതെ എന്നെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. बिना कलंक के मुझे सुरक्षित रखने के लिए मेरा परमेश्वर सामर्थी है. ഞാൻ കല്ലിനെയല്ല ഞാൻ ആരാധിക്കുന്നത്, ജീവിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. मैं किसी पत्थर की आराधना नहीं करता, मैं जीवित परमेश्वर की आराधना करता हूँ. ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം പറ. जिनको भरोसा है प्रियो, आप परमेश्वर की स्तुति करें. ഹല്ലേലൂയ. हालेलुया. നിനക്ക് ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടട്ടെ. आपको जो विश्वास दिया गया है, सौंपा गया है, उसके लिए आप यत्न करते रहो. കൺമോഹവും ജഡമോഹവും പലവിധ ജീവനത്തിന്റെ കാര്യങ്ങളുള്ള ഈ മണ്ണിൽ ദൈവിക വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടട്ടെ. शरीर की अभिलाषाएं, आंखों की अभिलाषाएं, जीवन का घमंड और प्रताप, हालेलुया, इस दुनिया में जो ये सब कुछ भरा हुआ है, हम परमेश्वर के लिए जिए. ഏഴാമത്തെ ദിവസം വിശ്രമിച്ച ദൈവം മാത്രമേ ഉള്ളൂ കേട്ടോ. 7वें दिन केवल परमेश्वर ही है जिन्होंने विश्राम किया है. ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നേ വരെ വിശ്രമിക്കാത്ത ആളാ പിശാച്. और इस पृथ्वी में काम शुरू करने के बाद आज तक अगर कोई एक व्यक्ति हो जो अभी तक विश्राम नहीं किया है, वो है शैतान. അവന്റെ കുഴപ്പം അവന് നഷ്ടപ്പെട്ടു പോയ ഭാഗ്യം മനുഷ്യന് കിട്ടരുത്. ഇത് അവന്റെ ആഗ്രഹം. और उसकी इच्छा भी यही है कि उसको जो सौभाग्य नहीं मिल पाया वो किसी मनुष्य को भी ना मिले. ഹല്ലേലൂയ. आमीन. പിതാവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. पिता, हम समर्पित करते हैं. എല്ലാ അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. आपके हर एक बच्चों के लिए हम प्रार्थना करते हैं. പിതാവേ, ബൈബിളിന്റെ പ്രാരംഭം മുതൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾ കണ്ടേക്കുന്നു. परमेश्वर बाइबल की शुरुआत से लेकर गिरते हुए एक पीढ़ी को हम देखते आ रहे हैं. മഹാഭാഗ്യത്തിൽ നിന്ന് ഒരാള് താഴേക്ക് വീണു. उस बड़े सौभाग्य में से एक व्यक्ति नीचे गिरा. ദൈവമേ, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആക്കി മഹാഭാഗ്യ പദവിയിലാക്കിയ ആൾക്കാരെ 2 കൈ കൊണ്ട് സാത്താൻ തള്ളി വീഴ്ചു. परमेश्वर आपके सदृश और स्वरूप में बनाए हुए मनुष्यों को भी शैतान ने धकेल कर गिरा दिया. പിന്നീട് വീണുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾ കണ്ടു. കർത്താവേ, उसके आगे को परमेश्वर गिरते हुए एक पीढ़ी को हम देख रहे हैं. യേശു ക്രിസ്തു മൂലം ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. यीशु मसीह के द्वारा हम लोगों को प्रभु ने खड़ा कर रखा है, उसके लिए धन्यवाद करते हैं. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വീഴാതെ നിർത്തുവാൻ അവിടുന്ന് ശക്തനായിരിക്കാൻ സ്തോത്രം. पवित्र आत्मा हमें बिना ठोकर खाए, बिना गिरे आप हमें खड़ा कर सकते हैं, उसके लिए धन्यवाद करते हैं. 24 മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. 24 घंटे आप हमारे साथ हो, उसके लिए हम धन्यवाद करते हैं. ദൈവമേ, മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാലും പാവം നിറഞ്ഞ ഈ ലോകത്ത് കളങ്കമില്ലാത്തവരായി ഞങ്ങളെ നിർത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ദയക്കായി ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर इस दुनिया में जब हम आगे पीछे दाएं बाएं जहां कहीं देखते हैं, पाप से भरे हुए इस दुनिया में बिना किसी कलंक के निर्दोष होकर हमें खड़ा करने के लिए प्रभु सामर्थी है. ലോർഡ്, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. प्रभु जी, आपके यीशु के नाम में आपके बच्चों को मैं आशीषित करता हूँ. ഇന്ന് മുഴുവനും ഈ വാക്യം ഇവരെ ഭരിക്കട്ടെ കർത്താവേ. परमेश्वर आज का पूरा दिन ये वचन इन लोगों के मन में रहने पाए. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. विश्वास के लिए लड़ाई लड़नी है. വീഴാതെ ദൈവം നിർത്തും. बिना गिरे परमेश्वर खड़ा करेगा. ഈ വാക്യം ഇവരെ ഭരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. परमेश्वर ये वचन यीशु के नाम में इन लोगों के मनों में रहने पाए. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ. यीशु के नाम में मैं इन लोगों को आशीषित करता हूँ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु के नाम में आमेन आमेन. God bless you all.